എല്ലാ വെള്ളിയാഴ്ചകളിലും ഇതുപോലെ ഇന്നും ഒരുപാട് സിനിമകളുടെ OTT റിലീസുകളുണ്ട്. ഇന്ന് ജനുവരി 24 8 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് ഒരു ഹിന്ദി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സ്വീറ്റ് ഡ്രീംസ് എന്നാണ് സിനിമയുടെ പേര്. ചിത്രം ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഹിന്ദി ഭാഷയിൽ മാത്രം റിലീസ് ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തേതും ഒരു ഹിന്ദി ഡയറക്റ്റ് OTT സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഹിസാബ് ബറാബർ എന്നാണ് മാധവൻ നായകനായി എത്തിയ ഹിന്ദി ഡയറക്റ്റ് OTT സിനിമയുടെ പേര്. സിനിമ ഇന്ന് മുതൽ C5 OTT പ്ലാറ്റ്ഫോമിലൂടെ ഹിന്ദി, തമിഴ്, തെലുഗു ഭാഷകളിൽ ലഭ്യമാണ്. സ്മൈൽ മാൻ എന്നൊരു തമിഴ് സിനിമ OTT റിലീസ് ആയിരിക്കുകയാണ്. തമിഴ് കൂടാതെ സിംപിളി സൗത്ത് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകളിൽ ശരത് കുമാർ സിനിമ ലഭ്യമാണ്. മറ്റൊരു തമിഴ് സിനിമ സമുദ്രക്കനി നായകനെത്തിയ തീരുമാനിക്കും എന്ന സിനിമ കൂടി ഇപ്പോഴത്തെ OTT റിലീസ് ആയിരിക്കുകയാണ്. മലയാളം, തമിഴ്, കന്നഡ ഭാഷകളിൽ C5 ഇപ്പോൾ സിനിമ ലഭ്യമാണ്. ലവ് റെഡ്ഡി നേരത്തെ തെലുഗു ഭാഷയിൽ നിന്നും ആമസോൺ പ്രൈമിലൂടെ OTT റിലീസായ സിനിമയാണ്. ഇപ്പോഴത്തെ ഈ തെലുഗു സിനിമയുടെ മലയാളം ഡബ് വെർഷൻ കൂടി OTT റിലീസ് ആയിരിക്കുകയാണ്. ഒരു തെലുഗു സിനിമ കൂടി റിലീസ് ആയിരിക്കുകയാണ്. വെണ്ണല കിഷോർ നായകനായി എത്തിയ ശ്രീകാകുലം ഷേക്സ്പിയർ എന്ന സിനിമ ഇപ്പോൾ ETV വിൻ OTT പ്ലാറ്റ്ഫോമിൽ തെലുഗു ഭാഷയിൽ മാത്രം ലഭ്യമാണ്. മനോരമ മാക്സ് OTT പ്ലാറ്റ്ഫോമിലൂടെ 90 മിനിറ്റ്സ് എന്നൊരു സിനിമ OTT റിലീസിനായിട്ട് ഒരുങ്ങുന്നുവെന്ന് നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ സിനിമ ഇന്ന് ജനുവരി 24 OTT റിലീസ് ആയിരിക്കുകയാണ്. ആര്യ നായിക വേഷത്തിലെത്തിയ മലയാളം സിനിമ കൂടിയാണ് 90 മിനിറ്റ്സ്. ഈ വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഐഡന്റിറ്റി അപ്ഡേറ്റ് ആണ്. ടൊവിനോ, ത്രിഷ, വിനയ് തുടങ്ങിയവർ അഭിനയിച്ച് നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട ഈ വർഷത്തിലെ ആദ്യത്തെ മലയാളം സിനിമ കൂടിയ ഐഡന്റിറ്റിയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. അത് പ്രകാരം സിനിമ OTT അവകാശങ്ങൾ C5 ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം അടുത്തയാഴ്ച ജനുവരി 31 C5 മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ആകുമെന്ന് ഇന്ന് ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കാം ഐഡന്റിറ്റിയുടെ വേഗത്തിലുള്ള OTT റിലീസിനായിട്ട്.